ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് അപ്രീഷിയേറ്റിംഗ് പ്രോസിലെ ദി എഡ്യൂക്കേഷൻ ഓഫ് ബ്രിട്ടീഷ് പ്രൊട്ടക്റ്റഡ് ചൈൽഡ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. നൈജീരിയൻ റൈറ്ററായിട്ടുള്ള ചിനുവ അച്ബെ എഴുതിയ കുറച്ച് വലിയൊരു എസ്സേ ആണ്. നമ്മളിവിടെ ആ എസ്സേയുടെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ളൊരു സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻ എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. Chinua Achebe begins the essay by cautioning readers not to expect a scholarly work. അദ്ദേഹം എസ്സേയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നത് ഒരു സ്കോളർലി, ഒരുപാട് അറിവുള്ള അക്കാഡമിക് ആയിട്ടുള്ള ഒരാളുടെ എസ്സേ പോലെ നിങ്ങളിത് പ്രതീക്ഷിക്കരുത് എന്നാണ്. റിവീലിംഗ് ഹിസ് മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ടു ബിക്കം എ സ്കോളർ ഡ്യൂ ടു എ റിജക്റ്റഡ് അപ്ലിക്കേഷൻ ടു ട്രിനിറ്റി കോളേജ്, കേംബ്രിഡ്ജ്. അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കേംബ്രിഡ്ജിൽ പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ അദ്ദേഹം അപ്ലൈ ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് അവിടെ അഡ്മിഷൻ കിട്ടാതിരിക്കുകയുണ്ടായത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സ്കോളർ ആവാൻ കഴിഞ്ഞില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഹി സ്റ്റേറ്റ്സ് ദാറ്റ് ദി essay ഈസ് ഇൻസ്റ്റെഡ് എ പേഴ്സണൽ നരേറ്റീവ്. അതിന് പകരം ഇതൊരു പേഴ്സണൽ നരേറ്റീവാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളും വീക്ഷണങ്ങളുമാണ് അദ്ദേഹം ഈ എസ്സേയിൽ പങ്കുവയ്ക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. Achebe mentions the experience of receiving his passport marked as a British protected person. അദ്ദേഹത്തിന് ആദ്യം പാസ്പോർട്ട് എടുത്ത സമയത്ത് അദ്ദേഹം ഒരു അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട്. ആ പാസ്പോർട്ടിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ബ്രിട്ടീഷ് പ്രൊട്ടക്റ്റഡ് പേഴ്സൺ എന്നാണ്. അതായത് ബ്രിട്ടനാൽ സംരക്ഷിക്കപ്പെടുന്ന വ്യക്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ, നൈജീരിയക്കാരനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടിനകത്ത് എഴുതി വച്ചിരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ പോലെ തന്നെ നൈജീരിയയും ഒരു കാലത്ത് ബ്രിട്ടൻ്റെ ഒരു കോളനി ആയിരുന്നു. ആ സമയത്ത് നൈജീരിയ എന്ന് പറയുന്ന ഒരു രാജ്യമില്ല, കാരണം ബ്രിട്ടൻ്റെ കോളനിയാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമില്ല, ഇന്ത്യ ബ്രിട്ടൻ്റെ കോളനിയാണെന്ന് പറയുന്ന പോലെ ആ സമയത്ത് അവിടങ്ങളിലെ പൗരന്മാരുടെ പാസ്പോർട്ടിനകത്ത് അവർ ബ്രിട്ടീഷ് എംപയറിൽ നിന്നുള്ളവരാണെന്ന് കാണിക്കാൻ വേണ്ടി ഈ രീതിയിലാണ് രേഖപ്പെടുത്തിയിരുന്നത്. അപ്പോൾ അതാണ് അദ്ദേഹം അവിടെ എടുത്തു പറയുന്നത്. ഷെഡിങ് ലൈറ്റ് ഓൺ ദി എസ്സേസ് ടൈറ്റിൽ. ഇവിടെ ഈ എസ്സേയുടെ ടൈറ്റിൽ നമ്മൾ കാണുന്നത് എഡ്യൂക്കേഷൻ ഓഫ് എ ബ്രിട്ടീഷ് പ്രൊട്ടക്റ്റഡ് ചൈൽഡ് എന്നാണ്. അപ്പോൾ ഈ ബ്രിട്ടീഷ് പ്രൊട്ടക്റ്റഡ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. വിച്ച് എക്സ്പ്ലോർസ് എഡ്യൂക്കേഷൻ ഇൻ എ കൊളോണിയൽ കൺട്രി. അതായത് ഒരു കൊളോണിയൽ കൺട്രി, ബ്രിട്ടീഷ് കൊളോണിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു രാജ്യത്ത്, നമ്മുടെ ഇന്ത്യക്ക് പോലെ തന്നെ അത്തരം ഒരു രാജ്യത്തിലെ വിദ്യാഭ്യാസ സിസ്റ്റത്തിനകത്ത് വിദ്യാഭ്യാസം നേടിയ ഒരാളുടെ അനുഭവമാണ്. അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നാണ് ഈ ഹെഡിങ്ങിലൂടെ, ഈ ടൈറ്റിലൂടെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ആച്ബെ ആർട്ടിക്കുലേറ്റ്സ് ഹിസ് ഒബ്ജെക്ഷൻ ടു കൊളോണിയലിസം. സ്വാഭാവികമായിട്ടും കൊളോണിയലിസത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അതിനെ എതിർത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എംഫസൈസിങ് ഇറ്റ്സ് എക്സ്പ്ലോയിറ്റേറ്റീവ് നേച്ചർ. അത് മനുഷ്യരെ ചൂഷണം ചെയ്യുന്നൊരു സംവിധാനമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഹി ഇൻട്രൊഡ്യൂസസ് ദ കൺസെപ്റ്റ് ഓഫ് ദ മിഡിൽ ഗ്രൗണ്ട് ഇൻ ഇഗ്ബോ കൾച്ചർ. പിന്നീട് അദ്ദേഹത്തിൻ്റെ തദ്ദേശീയമായിട്ടുള്ള ഇഗ്ബോ കമ്മ്യൂണിറ്റിക്കകത്തുള്ള ഒരു കൾച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്. മിഡിൽ ഗ്രൗണ്ട് എന്നാണ് പറയുന്നത്. അതായത് രണ്ട് വ്യക്തികളോ അല്ലെങ്കിൽ രണ്ട് ആശയങ്ങളോ തമ്മിൽ സംഘർഷം, തർക്കം ഉണ്ടാകുന്ന സമയത്ത് ഒരാളുടെ പക്ഷം പിടിക്കാതെ ഒരു മിഡിൽ ആയിട്ട് നിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. സെലിബ്രേറ്റിംഗ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ടു ഫണാറ്റിസിസം ആൻഡ് സിംഗുലർ ഐഡിയോളജീസ്. ഫണാറ്റിസിസം എന്ന് പറയുന്നത് ഈ ഭ്രാന്തമായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി വാദിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതുപോലെ തന്നെ സിംഗുലർ ഐഡിയോളജീസ്, ഒരാശയത്തിൽ മാത്രം വിശ്വസിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് രണ്ട് ആശയങ്ങൾ തമ്മിൽ ഒക്കെ ഒരു സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് ഒരു മിഡിൽ ഗ്രൗണ്ടിൽ നിൽക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയുടെ ഒരു കൾച്ചർ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇൻസൈറ്റ്സ് ഇൻ ടു ഇഗ്ബോ പെർസ്പെക്റ്റീവ്സ് ഓൺ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, മാരേജ് ആൻഡ് പ്രാഗ്മാറ്റിക് അപ്രോച്ചസ് ടു ലൈഫ് ആർ ഷെയർഡ്. അതുപോലെ തന്നെ അവരുടെ കൾച്ചറിനകത്ത്, മാരേജിനകത്ത് വൈഫും ഹസ്ബൻഡും തമ്മിൽ ഈ കൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അവരെങ്ങനെ അത് പരിഹരിക്കുമെന്നുള്ളത്, അതുപോലെ തന്നെ രണ്ട് വ്യക്തികൾ തമ്മിൽ തർക്കം ഉണ്ടാകുന്ന സമയത്ത് ആരാണ് ശരി ആരാണ് തെറ്റ് എന്നല്ല അവർ ആദ്യം പരിശോധിക്കുന്നത്. ഒരു സമാധാനം ഉണ്ടാക്കാനാണ്, രണ്ടുപേരും തമ്മിലൊരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുന്നതിനാണ് അവർ പ്രാധാന്യം കൊടുക്കാറ്. അവരുടെ കൾച്ചറിനകത്ത് അങ്ങനെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. The narrative expands into Achbe's reflections on the colonial impact from a middle ground point of view. അപ്പോൾ അദ്ദേഹം ഈ കൾച്ചറിനെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുള്ളത്, ഇവിടെ അദ്ദേഹം ഈ കൊളോണിയലിസത്തിനെ കുറിച്ചിട്ടും അതുണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടും ഈ ഒരു മിഡിൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ്, മിഡിൽ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം നോക്കി കാണാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹം ഒരു പക്ഷം പിടിക്കാതെ ന്യൂട്രലായിട്ട് അദ്ദേഹത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് മാത്രമാണ് ഇവിടെ പറയുന്നത്.
He discusses his mother's experience as a domestic worker at the school headmistress's house. അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ചിട്ടുള്ള ഒരു അനുഭവം അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മ ചെറുപ്പകാലത്ത് ആദ്യമായിട്ട് നാട്ടിൽ സ്കൂൾ വന്നപ്പോൾ അവിടെ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. നമുക്കറിയാം നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ ആദ്യം ഗുരുകുല വിദ്യാഭ്യാസം എന്നുള്ള രീതിയിലുള്ള സംവിധാനമൊക്കെ മാറിയിട്ട് സ്കൂളുകളൊക്കെ ബ്രിട്ടീഷുകാർ വരുന്ന സമയത്താണ് കൊണ്ടുവരുന്നത്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ അമ്മ ആദ്യകാലത്തെ വിദ്യാർത്ഥിനികളിൽ ഒരാളായിരുന്നു. പക്ഷേ അവർ ഈ സ്കൂളിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് പകരമായിട്ട് ഈ സ്കൂളിലെ ഹെഡ് മിസ്സസിൻ്റെ വീട്ടിലെ ജോലികൾ അവർ ചെയ്തിരുന്നു. അപ്പോൾ ആ രീതിയിൽ ബ്രിട്ടീഷുകാർ ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടെങ്കിലും എന്നാൽ അതേ സമയത്ത് തന്നെ ഇവർ ജോലിക്കാരായിട്ടും കാണുന്നു എന്നുള്ള ഒരു കൺഫ്ലിക്റ്റിനെ കുറിച്ചിട്ട് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. ആൻഡ് ദി അൺഇൻറ്റൻറ്റഡ് കോൺസിക്വൻസസ് ഓഫ് കൊളോണിയൽ എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ ഈ കൊളോണിയൽ എഡ്യൂക്കേഷൻ്റെ കോൺസിക്വൻസസ്, അതായത് ഈ ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷുകാരുടെ കാര്യങ്ങളാണ്, അവരുടെ കൾച്ചറാണ്, അത്തരം കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്, അതിൻ്റെ കോൺസിക്വൻസസ് പർട്ടിക്കുലർലി ത്രൂ ഇമേജസ് ആൻഡ് പോസ്റ്റേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ഹിസ് യങ് മൈൻഡ്. അപ്പോൾ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ ചുമരിനകത്ത് ഒരുപാട് പോസ്റ്ററുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ ഇംഗ്ലീഷുകാരായിട്ടുള്ള ആളുകളുടെയും ഇംഗ്ലീഷ് സിനിമകളിലെയും ന്യൂസ് പേപ്പറുകളിലെയൊക്കെയുള്ള കട്ടിങ്ങുകളൊക്കെ പോസ്റ്ററുകൾ ഇങ്ങനെ വെച്ചിരുന്നു. അപ്പോൾ ചെറുപ്പകാലത്ത് ഈ വായിച്ചു തുടങ്ങുന്ന സമയത്ത് അതൊക്കെ അദ്ദേഹം വായിച്ചിരുന്നു. അപ്പോൾ ആ രീതിയിൽ ആ കൾച്ചറിൻ്റെ ഒരു സ്വാധീനം എങ്ങനെയാണ് ഉണ്ടായിരുന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ദി എസ്സേ നാവിഗേറ്റ്സ് ത്രൂ ആർച്ച്ബേസ് ചൈൽഡ്ഹുഡ് മെമ്മറീസ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തുള്ള ചില ഓർമ്മകളെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഹൈലൈറ്റിംഗ് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇറ്റ്സ് ജക്സ്റ്റാപൊസിഷൻ വിത്ത് നേറ്റീവ് ട്രഡീഷൻ ആൻഡ് ഫെസ്റ്റിവൽസ്. അവിടെ നൈജീരിയയിൽ ഈ ക്രിസ്ത്യൻ മിഷണറിമാർ ക്രിസ്തു മതം പ്രചരിപ്പിച്ചിരുന്നതും ആ സമയത്ത് നാട്ടിൽ ഒരു വിഭാഗം ആളുകൾ ക്രിസ്ത്യാനികളും ഒരു വിഭാഗം ആളുകൾ അവരുടെ നാട്ടിൽ തന്നെയുള്ള വിശ്വാസങ്ങൾ പിന്തുടരുന്നതുമായിട്ടുള്ളൊരവസ്ഥയും ആ രീതിയിൽ രണ്ടു കൂട്ടരും പരസ്പരം അവരുടെ വിശ്വാസങ്ങളെ നോക്കിക്കാണുന്നതും അതിലുള്ള കൗതുകമൊക്കെയാണ് അദ്ദേഹം ആ സമയത്ത് പങ്കുവയ്ക്കുന്നത്. ആർച്ച്ബേ വിവിഡ്ലി ഡിസ്ക്രൈബ്സ് ദ കൾച്ചറൽ ഡിവൈഡ് കോസ്ഡ് ബൈ ക്രിസ്ത്യാനിറ്റി, കാറ്റഗറൈസിംഗ് ദ കമ്മ്യൂണിറ്റി ഇൻ ടു പീപ്പിൾ ഓഫ് ദ ചർച്ച് ആൻഡ് പീപ്പിൾ ഓഫ് ദ വേൾഡ്. അപ്പോൾ ആ രീതിയിൽ ഈ ആളുകളെ രണ്ടായിട്ട് തരംതിരിച്ചു എന്നാണ് പറയുന്നത്. പീപ്പിൾ ഓഫ് ദ ചർച്ച് എന്നാണ് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകളെ ഇദ്ദേഹം വിളിക്കുന്നത്. അതുപോലെ തന്നെ പീപ്പിൾ ഓഫ് ദ വേൾഡ്, ആ നാട്ടിലുള്ള കൾച്ചർ തന്നെ വിശ്വാസം തന്നെ പിന്തുടരുന്നവർ പീപ്പിൾ ഓഫ് ദ വേൾഡ് എന്നാണ് പറയുന്നത്. ആർച്ച്ബേ ഇതിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം ക്രിസ്ത്യാനിറ്റിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹി റെമിനിസസ് അബൌട്ട് ഫെസ്റ്റിവിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് ക്രിസ്ത്യാനിറ്റി ആൻഡ് ലോക്കൽ കൾച്ചർ. ഇനി ആ സമയത്ത് അദ്ദേഹം ഈ ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷങ്ങളും ആ ലോക്കൽ കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷങ്ങളുമൊക്കെ നിരീക്ഷിച്ചതിനെ കുറിച്ചിട്ടും വീക്ഷിച്ചതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഡെപ്പിക്റ്റിംഗ് ഹൗ പീപ്പിൾ ഫ്രം ദ ടു കമ്മ്യൂണിറ്റീസ് ഒബ്സർവ്ഡ് ദം വിത്ത് ക്യൂരിയോസിറ്റി. അതിപ്പോൾ നമുക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ക്രിസ്മസ്, ഓണം, അതുപോലെ തന്നെ പെരുന്നാൾ, പല മതവിശ്വാസക്കാരുടെ ആഘോഷങ്ങളൊക്കെ എല്ലാം ആഘോഷിക്കുന്ന മനുഷ്യരുണ്ട്. ഒരു ആൾ അവരുടെ മതത്തിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷങ്ങൾ മാത്രമായിരിക്കില്ല ഒരുപക്ഷെ ആചരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റിയിലും ഈ ലോക്കലായിട്ടുള്ള വിശ്വാസമുള്ള ആളുകൾ ഈ ക്രിസ്തു മതത്തിൻ്റെ ക്രിസ്മസ്, ഈസ്റ്റർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കിയിരുന്നു, കൗതുകത്തോടെ നോക്കിയിരുന്നു. അതുപോലെ തന്നെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ ഈ ലോക്കലായിട്ടുള്ള ആളുകളുടെ അവരുടെ ആഘോഷങ്ങളും വിശേഷ ദിവസങ്ങളും ഇതുപോലെ നോക്കിയിരുന്നു എന്നാണ് പറയുന്നത്. ആർച്ച്ബേ വീവ്സ് ഇൻ ഹിസ് എഡ്യൂക്കേഷണൽ ജേണി. തുടർന്ന് അദ്ദേഹം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൂവിങ് ഫ്രം പ്രൈമറി സ്കൂൾ ടു ഗവൺമെൻറ് കോളേജ് ഉമോഹിയ. പിന്നീട് അദ്ദേഹം പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് ഗവൺമെൻറ് കോളേജിൽ അദ്ദേഹത്തിന് അഡ്മിഷൻ ലഭിച്ചിരുന്നു. പിവറ്റൽ ഫിഗേഴ്സ് ലൈക്ക് ജെയിംസ് വെൽച്ച്, എ ടീച്ചർ അറ്റ് ഇബാദൻ, ആൻഡ് വില്യം സിംസൺ, എ റെവല്യൂഷണറി പ്രിൻസിപ്പൽ അറ്റ് ഗവൺമെൻറ് കോളേജ് ആർ ഇൻട്രൊഡ്യൂസ്ഡ്. അദ്ദേഹം രണ്ട് ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത് പ്രധാനമായിട്ട് അവിടെ. ഒന്ന് ജെയിംസ് വെൽച്ച് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ, അതുപോലെ തന്നെ ആ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ആയിരുന്നുള്ള വില്യം സിംസൺ എന്ന് പറയുന്ന അധ്യാപകൻ. ഈ വില്യം സിംസൺ ആണ് അവിടെ ഇവർക്കൊരു റൂളൊക്കെ കൊണ്ടുവന്നത്. എപ്പോഴും ടെക്സ്റ്റ് പുസ്തകം മാത്രം വായിക്കാതെ ഈ സ്റ്റോറി, നോവൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അത്തരം പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് കോളേജിനകത്ത് സമയം ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു റെവല്യൂഷണറി പരീക്ഷണമൊക്കെ നടത്തിയിട്ടുള്ള ആളായിരുന്നു ഈ വില്യം സിംസൺ എന്ന് പറയുന്ന ആൾ. The essay explores the impact of World War II on Archbey's education, resource scarcity and war-related campaigns. പിന്നീട് അദ്ദേഹം പറയുന്നത് ഈ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത് ലോകത്ത് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്താണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ, നാട്ടിൽ ആകെ ദാരിദ്ര്യവും അതുപോലെ വസ്തുക്കൾ കിട്ടാതിരിക്കുകയും അതുപോലെ തന്നെ ടീച്ചർമാരായിട്ടുള്ള ആളുകൾ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോവുകയും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്.
ആർച്ച്ബേ അണ്ടർസ്കോർസ് ദി ഇംപെർഫെക്ഷൻസ് ഓഫ് ദി കൊളോണിയൽ എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പോൾ ഈ വിദ്യാഭ്യാസ സിസ്റ്റത്തിന് പോരായ്മകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, വിദേശത്തു നിന്ന് വന്നിട്ടുള്ള ആളുകൾ അവരുടെ കരിക്കുലം സിലബസ് വെച്ച് പഠിപ്പിക്കുന്ന സമയത്ത് ഇവരുടെ കൾച്ചറുമായിട്ട് ചേർന്ന് പോകാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. ആൻഡ് റീകോൺസ് വെൽസ് പ്രാഗ്മാറ്റിക് റെസ്പോൺസ് ടു ഡിസ്കണ്ടന്റ് വിത്ത് കൊളോണിയൽ എഡ്യൂക്കേഷൻ. ഈ സമയത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ള വെൽസിന് പേരുള്ള അധ്യാപകനാണ് പറയുന്നത്, ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു റെസ്പോൺസ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. He concludes by exploring sparks of humanity amid the dehumanizing aspects of colonialism. ഈ കൊളോണിയലിസത്തിൻ്റെ ഉള്ളിലും മനുഷ്യത്വമുള്ള ഈ യൂറോപ്യന്മാരായിട്ടുള്ള ആളുകളെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഫോർഗ്രൗണ്ടിങ് ഇൻഡിവിജ്വൽസ് ലൈക്ക് വില്യം സിംസൺ, നമ്മൾ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കോളേജിൽ പ്രിൻസിപ്പൾ ആയിരുന്നിട്ടുള്ള വില്യം സിംസൺ, ആൻഡ് സ്റ്റുവർട്ട് യങ്, ഹു ഡിസ്പൈറ്റ് ഇനീഷ്യലി ബീങ് പാർട്ട് ഓഫ് ദ കൊളോണൈസിങ് ഫോഴ്സ് സപ്പോർട്ടഡ് ദ റൈറ്റ്സ് ഓഫ് ആഫ്രിക്കൻസ്. അതുപോലെ തന്നെ സ്റ്റുവർട്ട് യങ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ആദ്യം ഈ കൊളോണൈസേഴ്സിൻ്റെ കൂടെയാണ് ഉണ്ടായിരുന്നത്, അവരുടെ ഭാഗമായിരുന്നുണ്ടെങ്കിലും പിന്നീട് അദ്ദേഹം ഈ ആഫ്രിക്കക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടൊക്കെ അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ആളായിട്ട് മാറുകയുണ്ടായി. ആ തരത്തിൽ ഇവരുടെ ഇടയിൽ നല്ല ആളുകളുണ്ട് എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. The essay concludes by pointing out unintentional positive aspects of colonialism in Africa. അപ്പോൾ ഈ കൊളോണൈസേഴ്സ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടുത്തെ സമ്പത്തൊക്കെ എടുക്കുന്നതിന് വേണ്ടി, ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി ആണെന്നുണ്ടെങ്കിലും അവർ അൺഇൻറ്റൻഷണലായിട്ട് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. എംഫസൈസിങ് ദാറ്റ് അൺഇൻറ്റൻഷനലി കൊളോണൈസേഴ്സ് ഹാവ് ഡൺ സം തിങ്സ് റൈറ്റ് ഇൻ ദ റീജിയൻ. പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസം അവിടെ കൊണ്ടുവന്നത്, സ്കൂളുകൾ അവിടെ കൊണ്ടുവന്നത്, അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഉപകാരപ്രദമായിട്ട് ഇദ്ദേഹത്തിന് വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതിൻ്റെ പേരിൽ കൊളോണൈസേഴ്സ് എല്ലാം നല്ലവരാണ് എന്നല്ല അദ്ദേഹം പറയുന്നത്. ഇതെല്ലാം അവർ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തത്, അതായത് അവരുടെ കൾച്ചർ ഇവിടെ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരുപക്ഷെ ചെയ്തതായിരിക്കാം. പക്ഷേ യാദൃശ്ചികമായിട്ട് അൺഇൻറ്റൻഷനലായിട്ട് അതുകൊണ്ട് അവിടെ വിദ്യാഭ്യാസം ഉണ്ടായി തുടങ്ങിയിട്ടുള്ള ചില നല്ല കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഈ എസ്സേയിൽ പങ്കുവയ്ക്കുന്നത്. ഇനി ഇതിൽ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ ഡിഡ് ആർച്ച്ബേ മിസ് ദി ഓപ്പർച്യൂണിറ്റി ഓഫ് ബിക്കമിങ് എ ക്ലിയർ കട്ട് സ്കോളർ? ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഒരു സ്കോളർ ആവാനുള്ള അവസരം നഷ്ടപ്പെട്ടത്? Archbay missed the opportunity to become a clear-cut scholar when Trinity College, Cambridge rejected his application for post-graduate studies. ഇദ്ദേഹം പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയിട്ട് കേംബ്രിഡ്ജിൽ അപേക്ഷിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ അപേക്ഷ അവർ നിരസിക്കുകയുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു സ്കോളർ ആവാൻ കഴിയാതിരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. What, according to Archbay, are the advantages of taking the middle ground stand? ഇനി ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മിഡിൽ ഗ്രൗണ്ടായിട്ട് നിലപാടെടുക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? According to Archbay, the advantages of taking the middle ground stand include resistance to fanaticism and singular ideologies. ഏതെങ്കിലും ഒരു ആശയത്തിൽ മാത്രം വിശ്വസിക്കുക, അതുപോലെ തന്നെ വിശ്വസിക്കുന്ന ആശയത്തിന് വേണ്ടി ഭ്രാന്തമായിട്ട് വാദിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളതാണ് അദ്ദേഹം ഈ മിഡിൽ ഗ്രൗണ്ട് ഐഡിയോളജിയുടെ ഒരു ഗുണമായിട്ട് പറയുന്നത്. ഹൗ ഡു ദി ഇഗ്ബോ പീപ്പിൾ എൻകൗണ്ടർ ഹ്യൂമൻ കൺഫ്ലിക്റ്റ്? മനുഷ്യർ തമ്മിലുള്ള തർക്കങ്ങളെ ഈ ഇഗ്ബോ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വെൻ ഫേസ്ഡ് വിത്ത് ഹ്യൂമൻ കൺഫ്ലിക്റ്റ്, ദി ഇഗ്ബോ പീപ്പിൾ പ്രയോറിറ്റൈസ് റീസ്റ്റോറിംഗ് ഹാർമണി റാദർ ദാൻ ഡിറ്റർമിനിങ് ഹു ഈസ് റൈറ്റ് ഓർ റോങ്. രണ്ടുപേര് തമ്മിലുള്ള തർക്കം ഇവരുടെ മുന്നിൽ വന്നു വിട്ടിട്ടുണ്ടെങ്കിൽ ആരാണ് ശരി ആരാണ് തെറ്റ് എന്നല്ല അവർ ആദ്യം നോക്കുന്നത്. അവിടെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാനാണ് അവർ ആദ്യം ശ്രമിക്കുക എന്നാണ് പറയുന്നത്. റിഫ്ലക്റ്റിംഗ് എ സോഷ്യൽ മാനേജ്മെൻറ്റ് അപ്രോച്ച് ഓവർ ലീഗലിസ്റ്റിക് കൺസിഡറേഷൻസ്. അവർ ഒരു സോഷ്യൽ മാനേജ്മെൻറ്റ്, സമൂഹത്തിൻ്റെ ഒരു സമാധാനം നിലനിർത്തുക എന്നുള്ളതാണ് അവർ പ്രയോറിറ്റി കൊടുക്കുന്നത്. അല്ലാതെ നിയമപരമായിട്ട് ആര് പറയുന്നതാണ് ശരി ആര് പറയുന്നതാണ് തെറ്റ് എന്നുള്ളതിലേക്കല്ല അവർ പോകുന്നതെന്നാണ് പറയുന്നത്. How does Archbay establish that the conversion of Africans to Christianity was not an easy affair? ഇനി ആഫ്രിക്കക്കാർ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടത് അത്ര എളുപ്പമായിരുന്നില്ല എന്ന് അദ്ദേഹം എങ്ങനെയാണ് കാണിക്കുന്നത്? Archbay established that the conversion of African to Christianity was not easy by highlighting the slow and gradual spread of Christianity in Igbo land. ഇദ്ദേഹം വളരെ പതുക്കെയാണ് ഈ മതം പ്രചരിച്ചിരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഉദാഹരണമായിട്ട് കാണിക്കുന്നത്. സൈറ്റിംഗ് ദി എക്സാമ്പിൾ ഓഫ് ദ ഫസ്റ്റ് മിഷണറീസ് അറൈവിംഗ് ഇൻ ഒനിറ്റ്ഷ ഇൻ 1857 ബട്ട് റീച്ചിങ് ഹിസ് ടൗൺ ഒഗീദി ഓൺലി ഇൻ 1892. 1857 ഈ
ഒനിച്ച എന്ന് പറയുന്ന പട്ടണത്തിൽ ഇവരെത്തിയിരുന്നെങ്കിലും ഇദ്ദേഹത്തിൻ്റെ അതിന് തൊട്ടപ്പുറത്തുള്ള സ്ഥലത്തേക്ക് ഇതെത്തുന്നതിന് 1892 വരെ ആവേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും പതുക്കെയാണ് ആളുകൾ ഈ മതം പരിവർത്തനം ചെയ്യപ്പെട്ടിരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഹു ഈസ് കേർട്സ് ആൻഡ് വൈ ഡസ് ആർച്ച്ബേ മെൻഷൻ ദി അനൈം ഇൻ ദി എസ്സേ? ഇനി കേർട്സ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ കുറിച്ച് അദ്ദേഹം എസ്സേയിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കേർട്സ് ഈസ് എ ക്യാരക്ടർ ഫ്രം ജോസഫ് കോൺറാഡ്സ് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്. ജോസഫ് കോൺറാഡ് എന്ന് പറയുന്ന ആൾ എഴുതിയിട്ടുള്ള ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന നോവൽ ഒരു കഥാപാത്രമാണ് ഈ കേർട്സ് എന്ന് പറയുന്ന ആൾ. ആർച്ച്ബേ മെൻഷൻസ് ഹിം ഇൻ ദി എസ്സേ ടു പോർട്രേ ദ യൂറോപ്യൻ കൊളോണിയലിസ്റ്റ് ഇൻ ആഫ്രിക്ക. ഇദ്ദേഹം ഈ കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നത് ഈ യൂറോപ്യൻ കൊളോണിയലിസ്റ്റുകളായിട്ടുള്ള ആളുകളുടെ ഒരു പ്രതിരൂപം എന്നുള്ള നിലയ്ക്കാണ്. അതായത് അവിടെ വന്നിട്ട് സാധനങ്ങളൊക്കെ കൊള്ളയടിച്ച് കൊണ്ടുപോകുക എന്നുള്ളൊരു കഥാപാത്രമാണ്, ക്രൂരനായിട്ടുള്ളൊരു കഥാപാത്രമാണ്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ടാണ് അദ്ദേഹം ഈ ഒരു കേർട്സ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ എടുത്ത് പറയുന്നത്. വാട്ട് മെയ്ഡ് മിസ് വാർണർ ഗിവ് ആർച്ച്ബേസ് മദർ എ സ്റ്റേൺ ലെക്ചർ ഓൺ ഗുഡ് മാനേഴ്സ്? നമ്മൾ നേരത്തെ പറയേണ്ടായി ആർച്ച്ബേയുടെ മദർ ഈ സ്കൂൾ ഹെഡ് മിസ്സസ് ആയിട്ടുള്ള ഒരാളുടെ, മിസ് വാർണർ എന്നാണ് അവരുടെ പേര്, അവരുടെ വീട്ടിൽ ജോലിയൊക്കെ ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ പഠിച്ചിരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു സന്ദർഭത്തിൽ ഇവരെ വഴക്ക് പറഞ്ഞുകൊണ്ട് മാനേഴ്സിനെ കുറിച്ചിട്ട് ഒരുപാട് സംസാരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതിൻ്റെ കാരണമാണ് ചോദിച്ചിട്ടുള്ളത്. മിസ് വാർണർ ഗേവ് ആർച്ച്ബേ's mother a stern lecture on good manners because she laughed when the school principal, a Western lady attempting to speak Igbo, made language errors. അപ്പോൾ ഈ ഇംഗ്ലീഷുകാരിയായിട്ടുള്ള ഈ ടീച്ചർ ഇവരുടെ ആഫ്രിക്കക്കാരായിട്ടുള്ള ഇവരുടെ ലോക്കൽ ലാംഗ്വേജിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തി. അപ്പോൾ സംസാരിക്കുമ്പോൾ ഭാഷയിൽ തെറ്റ് വന്നു. അത് കണ്ടുകൊണ്ടാണ് ഈ കുട്ടിയായിരുന്നിട്ടുള്ള ഈ ആർച്ച്ബേയുടെ അമ്മ ചിരിക്കുന്നത്. ആ ചിരിക്കുന്ന സമയത്താണ് ഈ ടീച്ചർ ഇങ്ങനെ കളിയാക്കിയിട്ട് ചിരിക്കരുത്, മാനേഴ്സ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടിയെ വഴക്ക് പറയുകയും അതുപോലെ തന്നെ ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന സംഭവം ഉണ്ടായത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സ് എലാബറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കാം. എക്സ്പീരിയൻസ് ഓഫ് ആർച്ച്ബേ's മദർ ആസ് എ ഫസ്റ്റ് ജനറേഷൻ ലേണർ. അപ്പോൾ അവിടെ സ്കൂൾ തുടങ്ങിയ സമയത്ത് ആദ്യമായിട്ട് സ്കൂളിൽ പോയിരുന്ന ഒരാളായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അമ്മ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരുടെ അനുഭവത്തെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആർച്ച്ബേ's മദർ, എ ഫസ്റ്റ് ജനറേഷൻ ലേണർ, ഫേസ്ഡ് ചലഞ്ചസ് ടൈഡ് ടു ദ കൊളോണിയൽ എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പോൾ ഈ കൊളോണിയൽ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരാളായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അമ്മ. ഷീ വർക്ക്ഡ് ആസ് എ ഡൊമസ്റ്റിക് ഹെൽപ്പ് ഫോർ ഹെർ സ്കൂൾ പ്രിൻസിപ്പൽ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ടീച്ചറുടെ, സ്കൂൾ പ്രിൻസിപ്പലിൻ്റെ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റേഴ്സിൻ്റെ ഒരു സഹായിയായിട്ട് വീട്ടിൽ ജോലിക്കാരി പോലെ അവിടെ നിൽക്കേണ്ട ഒരു സാഹചര്യം ഇവർക്ക് ഉണ്ടായിരുന്നു. എക്സ്പീരിയൻസിങ് എ ക്ലാഷ് ഓഫ് കൾച്ചേഴ്സ് ആൻഡ് റിസീവിങ് എ ബീറ്റിംഗ് ഫോർ ലോഫിംഗ് അറ്റ് ദ പ്രിൻസിപ്പൽ അറ്റംപ്റ്റിംഗ് ടു സ്പീക്ക് ഇഗ്ബോ. അപ്പോൾ ഈ രണ്ട് കൾച്ചറുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസമൊക്കെ അവിടെ അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഹെഡ് മിസ്ട്രസ് സംസാരിക്കുന്ന സമയത്ത് ഒരു തെറ്റ് വരുത്തിയപ്പോൾ ചിരിച്ചതിൻ്റെ പേരിൽ ശിക്ഷയൊക്കെ കിട്ടി, അടിയൊക്കെ കിട്ടി, അങ്ങനത്തെ അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഹെർ എഡ്യൂക്കേഷൻ വാസ് അക്വയർഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ഡൊമസ്റ്റിക് വർക്ക്. ഇതാണ് നമുക്ക് പ്രധാനമായിട്ടുള്ള പോയിന്റ്. അവർക്ക് വിദ്യാഭ്യാസം ലഭിച്ചിരുന്നത് തിരിച്ച് ജോലി ചെയ്തു കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ഫീസ് കൊടുക്കാതെ സൗജന്യ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് പോലെ ഇവർക്ക് സൗജന്യ വിദ്യാഭ്യാസം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് ജോലി എഴുതിച്ചിരുന്നു എന്നുള്ളൊരു സംഭവം നമുക്കവിടെ കാണാൻ വേണ്ടി കഴിയും. ഹൈലൈറ്റിംഗ് ദ കോംപ്ലക്സ് ഡൈനാമിക്സ് ഓഫ് ദ കൊളോണിയൽ എഡ്യൂക്കേഷൻ സിസ്റ്റം. ആ രീതിയിൽ ഈ കൊളോണിയൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഈ അമ്മയുടെ അനുഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത്. സെക്യുലർ ഫെസ്റ്റിവൽസ് സെലിബ്രേറ്റഡ് ബൈ ക്രിസ്ത്യൻസ് ഇൻ നൈജീരിയ. ഇനി നൈജീരിയയിലെ ക്രിസ്ത്യൻസ് പ്രധാനമായിട്ട് സെലിബ്രേറ്റ് ചെയ്തിരുന്നിട്ടുള്ള ദിവസങ്ങളാണ് പറയുന്നത്. ക്രിസ്ത്യൻസ് ഇൻ നൈജീരിയ സെലിബ്രേറ്റഡ് സെക്യുലർ ഫെസ്റ്റിവൽസ് സച്ച് ആസ് ക്രിസ്മസ് ആൻഡ് ഈസ്റ്റർ. സ്വാഭാവികമായിട്ടും ക്രിസ്മസും ഈസ്റ്ററും തന്നെയാണ് പ്രധാനമായിട്ട് വരുന്നത്. എംപയർ ഡേ, മെയ് 24. എംപയർ ഡേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദിവസം ആചരിച്ചിരുന്നു. അത് ക്യൂൻ വിക്ടോറിയയുടെ ജന്മദിനമായിട്ടാണ് വന്നിരുന്നത്. ആൻഡ് ആനിവേഴ്സറി ആർ ഓൾസോ ഒബ്സർവ്ഡ്, റിഫ്ലക്റ്റിംഗ് എ ബ്ലെൻഡ് ഓഫ് കൊളോണിയൽ ഇൻഫ്ലുവൻസസ് വിത്ത് നേറ്റീവ് ട്രഡീഷൻസ്. കൂടാതെ ആനിവേഴ്സറി, അതായത് അവിടേക്ക് മിഷണറിമാർ വന്നതിൻ്റെ ആനിവേഴ്സറിയാണ് പറയുന്നത്. ആ രീതിയിലുള്ള ദിവസങ്ങളും അവിടെ അവർ ആചരിച്ചിരുന്നു. ഡിസ്പൈറ്റ് റിലീജിയസ് ഡിഫറൻസസ്, ദീസ് ഫെസ്റ്റിവൽസ് കോൺട്രിബ്യൂട്ട് എ കൾച്ചറൽ അമാൽഗമേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ ക്രിസ്ത്യൻസ് മാത്രമല്ല നമ്മുടെ നാട്ടിലും ഒരുപക്ഷെ കാണുന്നത് പോലെ തന്നെ വ്യത്യസ്ത മതങ്ങളിലുള്ള ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കാണുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഈ സംസ്കാരങ്ങൾ തമ്മിലുള്ളൊരു കൂടിച്ചേരലിൻ്റെ ഒരു വേദി കൂടിയായിട്ട് ഇത്തരം ആഘോഷങ്ങൾ മാറാറുണ്ട്. ഇംഗ്ലീഷ്മെൻ ക്രോസിംഗ് ദ ഡിവൈഡ് ഓഫ് കൊളോണിയലിസം.
നമ്മൾ നേരത്തെ പറഞ്ഞു ഇംഗ്ലീഷുകാരുടെ ഇടയിലും ചില നല്ല ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. ആ രീതിയിൽ ഈ അതിർത്തികൾ ഭേദിച്ച് കടന്ന ആളുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. Ashby mentions individuals like William Simpson and Stuart Young as Englishmen who crossed the colonial divide. പ്രധാനമായിട്ടും രണ്ടാളുകളാണ് വരുന്നത്. വില്യം സിംസൺ, അദ്ദേഹത്തിൻ്റെ കോളേജിലെ പ്രിൻസിപ്പൾ ആയിരുന്ന ആൾ. അതുപോലെ തന്നെ ഈ സ്റ്റുവർട്ട് യങ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. വില്യം സിംസൺ, ദ പ്രിൻസിപ്പൽ അറ്റ് ഗവൺമെൻറ് കോളേജ് ഉമോഹിയ, ഇനീഷ്യേറ്റഡ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷണൽ റിഫോംസ്. അദ്ദേഹമാണ് ഈ പുരോഗമനപരമായിട്ടുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്നത്. അതായത് എപ്പോഴും ടെക്സ്റ്റ് പുസ്തകം മാത്രം വായിച്ചിരിക്കരുത്, കുറച്ച് സമയം മറ്റു പുസ്തകങ്ങൾ വായിക്കണം തുടങ്ങിയിട്ടുള്ള റൂളൊക്കെ അദ്ദേഹം അവിടെ നടപ്പിലാക്കിയിരുന്നു. സ്റ്റുവർട്ട് യങ്, though a colonial civil servant, opposed the colonial system's commercial monopolies, contributing to the cause of African freedom. ഇനി സ്റ്റുവർട്ട് യങ് ഒരു ഓഫീസറായിട്ട് ഈ കൊളോണിയലിസത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടേക്ക് വന്നതെങ്കിലും അവിടുത്തെ അവസ്ഥയൊക്കെ കണ്ടിട്ട് അദ്ദേഹം അതിൽ നിന്ന് മാറിക്കൊണ്ട് ഈ ആഫ്രിക്കക്കാരുടെ ഫ്രീഡത്തിന് വേണ്ടിയിട്ടും അവരുടെ റൈറ്റ്സിന് അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് മാറി. ടെക്സ്റ്റ് ബുക്ക് ആക്ട് ഇമ്പോസ്ഡ് ബൈ വില്യം സിംസൺ ഇൻ ഗവൺമെൻറ് കോളേജ് ഉമാഹിയ. ഇനി വില്യം സിംസൺ പ്രിൻസിപ്പൾ ആയിരുന്ന കോളേജിനകത്ത് ഒരു റൂള് കൊണ്ടുവന്നിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്ക് ആക്ട് എന്ന് പറഞ്ഞിട്ട്. അതിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. വില്യം സിംസൺ, ദ പ്രിൻസിപ്പൽ ഓഫ് ഗവൺമെൻറ് കോളേജ് ഉമാഹിയ, ഇംപ്ലിമെൻറ്റഡ് ദ ടെക്സ്റ്റ് ബുക്ക് ആക്ട്. ഇദ്ദേഹം ഈ കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹമാണ് ഈ നിയമം അവിടെ കൊണ്ടുവരുന്നത്. ദിസ് ആക്ട് എൻകറേജ്ഡ് സ്റ്റുഡൻസ് ടു റീഡ് നോവൽസ് ബൈ പ്രൊഹിബിറ്റിംഗ് ദ റീഡിംഗ് ഓഫ് ടെക്സ്റ്റ് ബുക്സ് ഓൺ സ്പെസിഫിക് ഡേയ്സ്, ഫോസ്റ്ററിങ് എ കൾച്ചർ ഓഫ് ലിറ്റററി എക്സ്പ്ലോറേഷൻ. ഈ നിയമത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ കോളേജിലൊക്കെ ഇങ്ങനെ നിയമം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തോന്നിപ്പോവും. അതായത് ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ പാടില്ല എന്നാണ് ആ നിയമത്തിൽ പറയുന്നത്. ചില ദിവസങ്ങളിൽ, തിരഞ്ഞെടുത്ത ദിവസങ്ങളിൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ പാടില്ല. അതല്ലാതെ ബാക്കിയുള്ള പുസ്തകങ്ങൾ, കഥാപുസ്തകങ്ങൾ, നോവലുകൾ തുടങ്ങിയിട്ടുള്ള പുസ്തകങ്ങൾ മാത്രമേ ആ ദിവസങ്ങളിൽ വായിക്കാവൂ എന്നാണ് ഈ റൂളിനകത്ത് ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. The initiative aimed to broaden students' perspectives beyond traditional academic texts and played a role in shaping the development of modern African literature. അപ്പോൾ ഈ നിയമത്തിൽ സ്വാഭാവികമായിട്ടും പറയുന്നത് കുട്ടികളുടെ പെർസ്പെക്റ്റീവ്, വീക്ഷണം, കാഴ്ചപ്പാടൊക്കെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ടെക്സ്റ്റ് ബുക്കിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി ഈ കോളേജിൽ പഠിച്ചിരുന്ന ഇദ്ദേഹം ഒരു എഴുത്തുകാരനായി. ഇദ്ദേഹത്തിൻ്റെ കൂടാതെ വേറെയും ആ കോളേജിൽ പഠിച്ചിരുന്ന പല ആളുകൾ എഴുത്തുകാരായിട്ട് വന്നു. അപ്പോൾ ഇങ്ങനെ വായിക്കാനൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ ആഫ്രിക്കൻ ലിറ്ററേച്ചർ വളരുന്നതിന് അദ്ദേഹം കാരണമായിട്ടുണ്ടായിരിക്കുക എന്നുള്ള കാര്യം കൂടി ഇദ്ദേഹം പറയുന്നുണ്ട്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. Ashby's experience as a student under the colonial education system. ഇനി ഈ കൊളോണിയൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് കീഴിലുള്ള ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. Ashby, as a student under the colonial education system, navigated the imposition of Western ideals and curriculum in Nigeria. സ്വാഭാവികമായിട്ടും അവർ കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ, അവരുടെ കരിക്കുലം, സിലബസ്, അത്തരം കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ പഠിക്കുന്നത്. His education exposed him to the clash between indigenous Igbo traditions and the foreign values propagated by the colonial system. സ്വാഭാവികമായിട്ടും ഒരു കൾച്ചറൽ ഡിഫറൻസ് അതിനകത്തുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കൾച്ചറിനകത്ത് ഉള്ള കാര്യങ്ങളല്ല വെസ്റ്റേൺ കൾച്ചറിനകത്ത് വേറെ കാര്യങ്ങളാണുള്ളത്. ആ രീതിയിലുള്ള ഒരു കൾച്ചറുകൾ തമ്മിലൊരു വ്യത്യാസം മനസ്സിലാക്കാൻ അദ്ദേഹത്തിലൂടെ സാധിച്ചു. Ashby's journey through the colonial education system influenced his later reflections on the impact of westernization on African identity and culture. അപ്പോൾ ഈ ആഫ്രിക്കൻ ആയിട്ടുള്ള ആളുകളുടെ ഈ ഐഡൻറ്റിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റം, അതായത് അവർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കടന്നു വരുന്നത്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ആ രീതിയിൽ അവരുടെ ഐഡൻറ്റിറ്റിയിൽ മാറ്റം ഉണ്ടാകുന്നതിൽ ഒരു വെസ്റ്റേണൈസേഷൻ, പടിഞ്ഞാറുവൽക്കരണം, ആ കൾച്ചറിനകത്തുള്ള മാറ്റം ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിലൂടെയാണ് ഉണ്ടാവുന്നത്. The experience contributed to shaping Ashby's critical perspective on colonialism, evident in his literary works. ഇനി ഈ കൊളോണിയലിസത്തെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് രൂപീകരിക്കുന്നതിൽ ഈ വിദ്യാഭ്യാസം സഹായിച്ചിട്ടുണ്ട്. അതായത് ഒന്ന്, സ്വാഭാവികമായിട്ടും കൊളോണിയലിസത്തെ കുറിച്ച് പറയുമ്പോൾ അതിനെ എതിർത്തുകൊണ്ടാണ് സംസാരിക്കുക. പക്ഷെ അതേ സമയത്ത് അൺഇൻറ്റൻഷനലായിട്ട് ഈ വിദ്യാഭ്യാസം കൊണ്ടുവരിക എന്നുപോലുള്ള നല്ല കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. particularly in addressing the cultural complexities imposed by the colonial education he received. കൂടാതെ ഈ കൾച്ചറുകൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹത്തിന് ഇത്തരം വിദ്യാഭ്യാസത്തിലൂടെ ലഭിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ എസ്സേയിൽ നമുക്ക് പ്രധാനമായിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളിതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.